الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ ചെലവ് നടത്തുന്നവരാണ്. അതിൻ്റെ ബാധ്യത നമുക്കാണ്. അള്ളാഹു തആല നമ്മിലേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഞാൻ റിസ്ഖിൻ്റെ പണിയിലാണ്, മഈശത്തിൻ്റെ പണിയിലാണ് എന്നൊക്കെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുമുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവാണ് റാസിഖ്, റിസ്ഖ് നൽകുന്നവൻ എന്ന് വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. അള്ളാഹുവാണ് റാസിഖ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താല്പര്യം എന്താണ്? വിപുലമായ അർത്ഥത്തിലാണ്. നമ്മൾ റിസ്ഖിൻ്റെ പരിമിതമായ പണിയിലാണ് ഏർപ്പെടുന്നത്. അള്ളാഹുവിനാണ് റിസ്ഖിൻ്റെ പരമാധികാരം. നിരുപാധികമായ റിസ്ഖ് നൽകുന്നവനാണ് അള്ളാഹു. എത്ര റിസ്ഖ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കണമെന്നും ആർക്കെല്ലാം അത് വിതരണം ചെയ്യണമെന്നും എത്ര അളവിൽ കൊടുക്കണമെന്നും ചോദ്യം ചെയ്യപ്പെടാൻ മറ്റൊരാളില്ലാത്ത വിധം കൈകാര്യം ചെയ്യുന്നവനാണ് റാസിഖായ നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പലവിധ അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. നമ്മുടെ മീതെ പല അധികാരികളുമുണ്ട്. റിസ്ഖ് നൽകുന്നതും അധികാരം നൽകുന്നതും ആളുകൾ നല്ലവരാണോ മോശക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല. അതൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അവൻ്റെ യുക്തി, അതുമാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. അള്ളാഹു തആല ചില ആളുകൾക്ക് സുലഭമായി റിസ്ഖ് നൽകുമ്പോൾ അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. കാരണം അള്ളാഹു തആല തന്നെ പറയുന്നു, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു തആല അവൻ ഉദ്ദേശിച്ചവർക്ക് വിശാലമായി റിസ്ഖ് നൽകുന്നു, ചില ആളുകൾക്ക് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നൽകുന്നു. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. അധികം ആളുകളും വിവരമറിയുന്നില്ല എന്നാണ് അള്ളാഹു റിസ്ഖിന്റെ കാര്യത്തിൽ പറഞ്ഞത്. അള്ളാഹു നൽകുന്നത് ഈ ഐഹിക ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല. ദുനിയാവ് ആർക്കും കഴിക്കാനായി വിളമ്പി വെച്ച ആസന്നമായ വിഭവമാണെന്നാണ് അള്ളാഹു ഇതിലൂടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അധികാരവും. മനുഷ്യർക്ക് പരിമിതമായ അധികാരങ്ങളുണ്ട്. പക്ഷേ ആത്യന്തികമായി നിരുപാധികമായ അധികാരം, ആധിപത്യത്തിന്റെ ഉടമ അള്ളാഹുവാണ്. അള്ളാഹു പറയുന്നു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ആധിപത്യത്തിന്റെ ഉടമ അള്ളാഹുവാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് നൽകുന്നു, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് അത് ഒഴിവാക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഉപദേശിച്ചു. ഫറോവയുടെ ഭരണകാലത്ത് പൊറുതിമുട്ടിയിട്ട് മൂസാ നബിയോട് പരാതി പറഞ്ഞ അണികളോട് മൂസാ നബി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി അള്ളാഹുവിൻ്റെതാണ്. യൂരിസുഹാ ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹുവിൻ്റെതാണ് ഭൂമി. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ അത് അനന്തരമായി നൽകുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം, പാരത്രിക വിജയം, അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ റിസ്ഖിന്റെ കാര്യത്തിലും അതുപോലെ അധികാര വിഷയത്തിലെല്ലാം നമ്മുടെ ബാധ്യത പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ്. അല്ലാഹു പറയുന്നു, സയജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷം അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുമെന്ന്. അപ്പോൾ
ഒരു നിരാശനായി ജീവിക്കേണ്ടവനല്ല വിശ്വാസി, മറിച്ച് പ്രതീക്ഷയോടുകൂടി മുന്നേറേണ്ടവനാണ്. ജീവിത വഴിയിൽ ഇരുട്ടുകൾ ഉണ്ടാകും, ആ ഇരുട്ടുകൾക്കപ്പുറത്ത് വെളിച്ചമുണ്ടെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ചില ഡോറുകൾ അടഞ്ഞതായിട്ട് തോന്നും, ആ അടഞ്ഞ ഡോറുകളുടെ മുന്നിൽ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ വലിയ രാജപാതകൾ തെളിഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. ശരീരത്തിന്റെ വാർദ്ധക്യമല്ല യഥാർത്ഥത്തിലുള്ള വാർദ്ധക്യം, മറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ വാർദ്ധക്യമായി നാം കണക്ക് കൂട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ടെങ്കിൽ എല്ലാം കൂടെയുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹു കൂടെയുണ്ടെന്ന വിശ്വാസക്കാരനാണ് മനുഷ്യർ. അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും പൂർണ്ണമായി അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഏത് രംഗത്തും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. അതല്ലാതെ നിരാശയുടെ കടലിൽ മുങ്ങിത്താവാനുള്ളതല്ല വിശ്വാസിയുടെ ജീവിതമെന്ന് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല വളരെ നല്ല ശുഭപ്രതീക്ഷയോടുകൂടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വിശ്വാസിയും നല്ല അവധാനതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് പറയുന്നത്. വൈചാരികമായി ശ്രദ്ധാപൂർവം വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യണമെന്നാണ്. പക്ഷെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പ്രകൃതിപരമായി അള്ളാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ, മനുഷ്യനെ അക്ഷമനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ധൃതി കാണിക്കുക എന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. കാത്തിരിപ്പിന്റെ വിരസത മനുഷ്യനെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. തൻ്റെ അധ്വാനത്തിന്റെ ഫലം പെട്ടെന്ന് കാണണം എന്ന ചിന്താഗതിക്കാരനാണ് ഏത് രംഗത്തും മനുഷ്യൻ. അത് ഉണ്ടാകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമസ്കരിക്കാൻ പള്ളിയിൽ കയറി വന്നു, ഇഖാമത്ത് കേൾക്കുകയാണ്. നാം എങ്ങനെയാണോ നടന്നു വന്നത് അതുപോലെ തന്നെയാണ് നടന്നു വരേണ്ടത് എന്ന് റസൂലുള്ളാഹി നമ്മോട് പറയുന്നു. ഇദാ ഉഖീമത്തിസ് സ്വലാ, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ ഫംഷു ഇലൈഹ, നിങ്ങൾ ആ നമസ്കാരത്തിലേക്ക് നടന്നു പോകണം. വഅലൈക്കുമുസ് സകീനത്തു വൽ വഖാർ, നിങ്ങളുടെ മേൽ നല്ല ശാന്തതയും ഗാംഭീര്യവും ഉണ്ടാകണം. ഒരു കുട്ടിക്കളി പോലെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഓട്ടം, ഒരു തിരക്ക്, ധൃതി, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഹജ്ജ് നിർവഹിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ, അറഫയിലാണ്. അങ്ങനെ പിന്നിൽ നിന്ന് മൃഗങ്ങളെ അടിച്ചു തെളിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും തിരക്ക് കൂട്ടുന്നതൊക്കെ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അയ്യുഹന്നാസ് അലൈക്കും ബിസ്സക്കീന, നിങ്ങൾ കടക്കവും ഒതുക്കവും ഉണ്ടാകണം. ഈ രൂപത്തിൽ ഏത് രംഗത്തും ക്ഷമയോടുകൂടെ, അവധാനതയോടുകൂടെ, കാര്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ, സാവകാശം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ അർപ്പിച്ച്, അവനിൽ പ്രതീക്ഷിച്ച്, അവനിൽ തവക്കുലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ വേനൽ ചൂടിന് സമാധാനമായി നല്ല മഴ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ.
അള്ളാഹുവെ കുടുംബ സമേതം നിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.